ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലും RSS ബന്ധത്തെക്കുറിച്ചുള്ള MP ഗോവിന്ദന്റെ പരാമർശം വിടാതെ UDF. ചരിത്രം മറന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയെ മുഖ്യമന്ത്രി വളച്ചൊടിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി എഴുതി വായിച്ച കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പരിഹസിച്ചു. വിവാദം അനാവശ്യമാണെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. RSSുമായി CPM സഹകരിച്ചിരുന്നുവെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം തിരുത്തിയ മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഇന്നത്തെ UDF നീക്കം. സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവസരവാദമേ താങ്കളുടെ പേരാണോ പിണറായി എന്ന ചോദ്യമുയർത്തി. തന്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം അദ്ദേഹത്തെ തന്നെ അപഹാസ്യനാക്കുക. യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. 1989 കൂട്ടുകെട്ട് ഓർമ്മപ്പെടുത്തിയും മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദന്റെയും ബിനോയ് വിശ്വത്തിന്റെയും വാക്കുകളിലെ ഏകോപനമില്ലായ്മയും ചൂണ്ടിക്കാട്ടിയായിരുന്നു VD സതീശന്റെ കടന്നാക്രമണം. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേറെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം. സുന്ദരയ്യയുടെ രാജിക്കത്ത് ആയുധമാക്കി രമേശ് ചെന്നിത്തലയും. സുന്ദരയ്യയുടെ കത്ത് അദ്ദേഹം വായിച്ചിട്ട് പറയട്ടെ, എന്തിനാണ് P സുന്ദരയ്യ എന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ സെക്രട്ടറിയുമായ അദ്ദേഹം എന്തിന് രാജിവെച്ചു? MV ഗോവിന്ദന്റെ പരാമർശം വളച്ചൊടിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയാണ് LDF പ്രതിരോധം. ഈ കാര്യം പാർട്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോവിന്ദമാഷ നടത്തിയിട്ടുള്ള പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് തെരഞ്ഞെടുപ്പിന് UDFന് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടൊന്നും RSSനോടുള്ള നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറില്ല. മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാനാണെന്ന വാദവും UDF നേതാക്കൾ ഉയർത്തി. മീഡിയ 1 തിരുവനന്തപുരം.